ഹലോ ഗായ്സ്, ഇന്നുള്ളത് ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ. 100 രൂപയാണ് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡനിലെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ് കേട്ടോ. നല്ല ബ്ലോക്കും ഉണ്ട്. വെക്കേഷനിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. മാക്സിമം ഫാമിലി ട്രിപ്പ് ആണെങ്കിൽ ബസ്സും കാറൊക്കെ എടുത്തോളി. അല്ലാതെ രണ്ടാളൊക്കെ വരികയാണെങ്കിൽ ബൈക്കിൽ വരികയായിരിക്കും ഏറ്റവും നല്ല. അത്രയും ബ്ലോക്കാണ് ഇവിടെ. പിന്നെ നമ്മൾ സാധാരണ വരുന്ന പോലെയല്ല, ഉണങ്ങിയ ചില ഭാഗങ്ങളൊക്കെ ഉണങ്ങി ക്ഷയിച്ച പോലെ ഉണ്ട്. ഫ്ലവർ ഷോൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചില ഭാഗങ്ങൾ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബുഷ് ചെടി, അതേപോലെ തന്നെ ബുഷ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്ത രൂപങ്ങൾ, അതൊക്കെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഗ്ലാസ് ഹൗസിൽ കയറിയ സമയത്ത് അവിടെ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്ത് നിർത്തുന്നുണ്ട്. അത് നല്ല മനോഹരമായിട്ട് തന്നെ എപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു സാധനം കാണാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. ആളുകളെ കൊണ്ട് ചെടികൾ പോലും കാണാത്ത അവസ്ഥയാണ് കേട്ടോ. വരുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കുക, നല്ല തിരക്ക് ഉണ്ട് കണ്ടോ. നമുക്കെന്നെ കാണാം പല ചെടികളും നമ്മൾ ഉള്ളിൽ കയറിയിട്ടൊക്കെ എടുക്കുകയാണ്. പലതും കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. സ്പൾബറിൻ്റെ കയ്യിൽ കാക്കറ്റ് വീരി. ഊട്ടിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടത്തെ പറയുന്ന ഒരു ചരിത്ര സ്മാരകം ഇവിടെ ഉണ്ട്. സ്മാരകം എന്ന് പറയുമ്പോൾ അവിടെ ഊട്ടിയിൽ പഴയ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നിരുന്നു, അതേപോലെ തന്നെ ആ പഴയ കാലഘട്ടത്തിലുള്ള സ്മാരകങ്ങൾ, ഇപ്പോൾ നിലവിലുള്ള ഗാർഡനുകൾ, പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗാർഡനുകൾ, ഊട്ടിയുടെ പഴയകാല ചിത്രങ്ങൾ, അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം, അതൊക്കെ കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു ചരിത്ര സ്മാരകം കൂടി ഇതിലുണ്ട്. അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതിൽ കയറണം. പൊതുവെ ആരും ഇതിൽ കയറിയിരുന്നതായിട്ട് കണ്ടിട്ടില്ല. അവിടെ തിരക്കുമില്ല, ഇതിൻ്റെ ഉള്ളിൽ ആരും കയറിയതായിട്ട് കണ്ടിട്ടില്ല. തീരെ തിരക്കില്ലാത്തൊരു ഏരിയയാണിത്. എന്തായാലും ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കയറി കാണണം. ഊട്ടിയുടെ പല ചരിത്രങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്.
ಬಾರ್ದು ಹೊರಗೆ ಹಾಕಿ